ഹോട്ട്സ്റ്റാറിന്റെ മറ്റേ കോണ്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ജിൻഡോയും നോറയും കൈകെട്ടി നടക്കണം എന്ന പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ജിൻഡോയും നോറയും കൈകെട്ടി നടക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ലൈവില്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നോറയ്ക്കും ജിൻഡോയ്ക്കും പ്രേക്ഷകർ കൊടുത്ത ടാസ്കിൽ എന്തിനാണ് വേറുള്ളവർ ഇടപെടുന്നത്? ജിൻഡോ ഇത് മാക്സിമം രസമാക്കാൻ നോക്കുമ്പോൾ രസംകൊല്ലികളായിട്ട് പവർ ടീമും റെസ്മിനും പിന്നെ ജാസ്മിനും എല്ലാരും കൂടെ ഇളകി വന്ന് വെയിലത്ത് നിൽക്കരുത്, പുഷപ്പടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒടുക്കത്തെ കൺട്രോളിങ്ങും വെറുപ്പിക്കലും. അതിൽ ഹെഡ് മിസ്ട്രസ് ശ്രീരേഖനെ എടുത്തു പറയണം, ജിൻഡോയെ ഒന്ന് പെർഫോം ചെയ്യാൻ സ്പേസ് കൊടുക്കടേ നിങ്ങൾ എല്ലാരും കൂടി. ആ മനുഷ്യനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെറുപ്പിക്കല്ലേ. ജിൻഡോ ചേട്ടാ കിച്ചണിലേക്ക് വാ, കിച്ചൺ ഡ്യൂട്ടി ചെയ്യാം, ബ്രോ കിച്ചൺ ഡ്യൂട്ടിക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കുവാനായിട്ട് അങ്ങോട്ട്. വേറുള്ളവർ അവരവരുടെ പണി നോക്കിപ്പോ ആ മനുഷ്യൻ സ്വന്തമായിട്ട് സ്പേസ് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് കൂട്ടക്കരച്ചിൽ നടത്തല്ലേ. അസൂയയും കുശുമ്പും ഒക്കെ ആവാം, പക്ഷെ രണ്ടുപേർക്ക് പ്രേക്ഷകർ നേരിട്ട് കൊടുത്ത ടാസ്കിന്റെ അകത്ത് കയറി ഇങ്ങനെ കൊണവധികാരം അടിക്കല്ലേ മക്കളെ. തന്നെ നിന്ന് ഈ ഷോയെ ഷോൾഡർ ചെയ്യാനും എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ഉള്ള എല്ലാ കഴിവും ആ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് അങ്ങേരെ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കി നോക്കൂത്തികളായിട്ട് എല്ലാം കൂടെ നിൽക്കുന്നത്. അതെനിക്ക് നല്ലപോലെ മനസ്സിലായ ഒരു കാര്യമാണ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. എന്ത് രസമായിട്ടാണ് ജിൻഡോ ചാൻ പാടുന്നത്. പക്ഷെ സംഗീതം ആസ്വദിക്കാൻ ആർക്കും ഇഷ്ടമില്ല. രസം കൊല്ലികള്, രസം കൊല്ലികൾ, ഇങ്ങനെയുള്ള രസം കൊല്ലികളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ജിൻഡോയോട് നോറയെ സിഗരറ്റ് റൂമിൽ കൊണ്ടുപോകരുത് എന്ന് പറയുവാണ്. ഗോ ഗെറ്റ് എ ലൈഫ് മാൻ. അയാളെ അയാളുടെ പാട്ടിനെ വിട്. ചൊറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ടാസ്ക് പ്രേക്ഷകർ കൊടുത്തത്. നോറയ്ക്ക് കുരു ഉണ്ടെങ്കിൽ നോറ ഇത് പൊട്ടിക്കട്ടെ. പക്ഷെ ഇപ്പൊ നോറയ്ക്കല്ല, വേറുള്ളവർക്കാണ് കുരു എന്ന് തോന്നുന്നു. ഗബ്രിയൊക്കെ ഇരുന്നങ്ങ് പൊട്ടിക്കുവാണ് അങ്ങോട്ട് കുരു. അങ്ങോട്ട് കൊണ്ടുവരുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വെച്ചാൽ ഈ ടാസ്ക് നേരെ ചൊവ്വേ നടക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കി ഇവരെല്ലാരും കൂടി. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.